നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു കോൺഗ്രസ് എംഎൽഎയുടെ വീട്ടിൽ നിന്നും ഇ.ഡി. സംഘം നടത്തിയ റെയ്ഡിൽ കണ്ടെടുത്തതാകട്ടെ കണ്ണ് തള്ളുന്ന തുകയും പലതരത്തിലുള്ള ആയുധ കലവറയും. അനധികൃത ഖനന അഴിമതിയുമായി ബന്ധപ്പെട്ടായിരുന്നു ഇ.ഡി. സംഘം ഒരു റെയ്ഡ് നടത്താനായി തീരുമാനിച്ചത്. റെയ്ഡ് നടത്തിയതാകട്ടെ കോൺഗ്രസ് എംഎൽഎയുടെ വസതിയിലും. അവിടെ നിന്നും വിദേശ നിർമ്മിത ആയുധങ്ങളുടെ വൻ ശേഖരമാണ് കണ്ടെടുത്തത്. ഹരിയാന കോൺഗ്രസ് എംഎൽഎ സുരേന്ദ്ര പൻവാർ, ഇന്ത്യൻ നാഷണൽ ലോക്ദൾ മുൻ എംഎൽഎ ആയ ദിൽബാഗ് സിംഗ് എന്നിവരുമായി ബന്ധപ്പെട്ട 20-ലധികം സ്ഥലങ്ങളിൽ ഇ.ഡി. സംഘം ഒരു മിന്നൽ റെയ്ഡ് സംഘടിപ്പിച്ചു. ഇവിടെ നിന്നും അനധികൃത വിദേശ നിർമ്മിത ആയുധങ്ങൾ, 300ഓളം വെടിയുണ്ടകൾ, 100-ലധികം മദ്യക്കുപ്പികൾ, 5 കോടി രൂപ, 5 കിലോ സ്വർണ്ണക്കട്ടി എന്നിവയാണ് ഇ.ഡി. സംഘത്തിന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞത്. ഇതുകൂടാതെ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള വിദേശത്തുമുള്ള ബിനാമി സ്വത്തുക്കളുടെ വിവരങ്ങളും രേഖകളുമൊക്കെ ഇ.ഡിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇക്കഴിഞ്ഞ 24 മണിക്കൂറായി സുരേന്ദ്ര പവാറിൻ്റെ വീട്ടിൽ ഇ.ഡി. സംഘത്തിൻ്റെ റെയ്ഡ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇതിന് പിന്നാലെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കുടുംബാംഗങ്ങളുടെയും മറ്റ് ജീവനക്കാരുടെയും ഫോണും ഇ.ഡി. സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുകയാണ്. വീട്ടിലുള്ളവരെ ചോദ്യം ചെയ്തു വരികയാണ്. യമുനാനഗർ, സോനിപത്ത്, മൊഹാലി, ഫരീദാബാദ് എന്നിങ്ങനെ 20 സ്ഥലങ്ങളിലാണ് റെയ്ഡ് നടത്തിയത്. ഇരുവരും ചേർന്ന് നികുതി വെട്ടിപ്പ് നടത്തി എന്നതാണ് കേസിനാസ്പദമായ പരാതി. 2013 ഇവർക്കെതിരെ കള്ളപ്പണ ഇടപാടിനും കേസെടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ നാഷണൽ ലോക്ദൾ നേതാവ് അഭയ് സിംഗ് ചൗട്ടാലയുടെ അടുത്ത സുഹൃത്തു കൂടിയാണ് ദിൽബാഗ് സിംഗ്. ദിൽബാഗ് സിംഗിൻ്റെ മകളെ വിവാഹം കഴിച്ചത് അഭയ് സിംഗ് ചൗട്ടാലയുടെ മകനും കൂടിയാണ്. അനധികൃത ഖനന അഴിമതിയുമായി ബന്ധപ്പെട്ട കേസിൽ കോൺഗ്രസ് എംഎൽഎയിൽ നിന്നും ഇ.ഡി. ഉദ്യോഗസ്ഥർ അതുകൊണ്ട് തന്നെ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. ഖനനവുമായി ബന്ധപ്പെട്ട രേഖകൾ, ബാങ്ക് അക്കൗണ്ട്, ഭൂമിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ രേഖകൾ എന്നിവയൊക്കെ അന്വേഷണ സംഘത്തിൻ്റെ പക്കൽ കിട്ടിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. റെയ്ഡ് നടക്കുമ്പോൾ കോൺഗ്രസ് എംഎൽഎ വസതിയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഇ.ഡി. സംഘത്തിന് കുറച്ചുകൂടി എളുപ്പമായി. സുരേന്ദ്ര പവാറിൻ്റെ വീട്ടിൽ നിന്നും കേസുമായി ബന്ധപ്പെട്ട ഈ രേഖകൾ ലഭിച്ചതായിട്ടുള്ള വിവരം ഔദ്യോഗികമായി തന്നെ ഇ.ഡി. സംഘം പുറത്തുവിട്ടതിന് പിന്നാലെ അറസ്റ്റ് ഉടൻ തന്നെ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയിലാണ് നിലവിൽ രാഷ്ട്രീയ ലോകം. 2013 കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇ.ഡി. ഇങ്ങനെയൊരു മിന്നൽ നീക്കം നടത്തിയത്. ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിരോധിച്ചതിന് ശേഷവും യമുനാ നഗറിലും സമീപ ജില്ലകളിലുമായി പാറ, ചരൽ, മണൽ ഖനനം തുടങ്ങിയത് നടത്തിയിരുന്നു. ഇത് ഹരിയാന പോലീസ് അന്ന് തന്നെ കേസായി രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇ.ഡി. സംഘം കേസെടുത്ത് ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.